ചെറിയൊരു കുഞ്ഞി വീഡിയോ ആയിട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാൻ ഇന്ന് വന്നിന്ന് പറഞ്ഞത് ഫിഷ് മാർക്കറ്റിലൊരു വീഡിയോ ആട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം ഫിഷ് മാർക്കറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടാണ്. അപ്പം ഇത് കുറച്ച് പുതിയ സെക്ഷൻ വന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ആണ്. അപ്പോൾ ഞാൻ അന്ന് എടുത്തിട്ടുള്ള ഭാഗം അങ്ങനെ എടുക്കുന്നില്ല. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് തന്നെ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ എന്താ പറയുക, ഞാൻ അതിനകത്ത് ജീവിക്കുന്ന പോലെ ആ ഒരു അക്വേറിയത്തെ ഞാൻ അതിനകത്തൊരു മീനായിട്ട് എനിക്ക് തോന്നി. അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് എങ്ങനെ പറയണം എന്നറിഞ്ഞു കേട്ടോ. അത്രയ്ക്കും റിയലായിരുന്നു. പിന്നെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടെ കുറേ ഉണക്കിയ മീൻ കണ്ടു. അങ്ങനെ അതിനകത്ത് അവിടെ ചെമ്മീനുണ്ട്, അയിലുണ്ട്, നെത്തോലി, അങ്ങനെ കുറേ. ഇതിനകത്ത് ചിലതിൻ്റെ ഒന്നും പേരെനിക്ക് എത്രയ്ക്ക് പറഞ്ഞൂടാ. കുറേ തന്നെ പലതരത്തിലുണ്ട്. ഈ മീനിൻ്റെ എനിക്ക് കുഞ്ഞൊരു ചൂട പോലെ ഇരിക്കുന്ന മീനിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ടോ, ആ ചൂടയിൽ നിന്നും നെത്തോലിന്നും അങ്ങനെയൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളിതൊന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഞങ്ങൾ ആകെപ്പാട് ചെമ്മീൻ മാത്രമാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഇത് ചെമ്മീൻ വെച്ചിട്ട് അച്ചാറിടാൻ പറ്റും. പിന്നെ അങ്ങനെ വാങ്ങാറുള്ളൂ. പിന്നെ ഒരു അക്വേറിയം കണ്ടു. അതിനത്രയും എനിക്ക് നേരത്തെ കണ്ട ആ ഒരു റിയൽ ലൈഫായിട്ട് തോന്നിയില്ല. പിന്നെ ഒരു ഫുൾ വ്യൂ ആട്ടോ ഞങ്ങളുടെ അകത്ത് കയറിയിട്ടുള്ള. പിന്നെ ഇത് ക്യാഷ് കൗണ്ടറാണ്. നമ്മൾ മീൻ വാങ്ങിയിട്ട് അവിടെ കൊടുക്കണം ബില്ല്. അവർ നമുക്ക് എവിടെ വെട്ടണം എന്നാണ്. പിന്നെ മീനിൻ്റെ ഒക്കെ ഞാൻ കുറച്ച് ഇതെടുത്തു. പിന്നെ ഞാൻ അവിടെ വന്നിട്ട് ഇത് അങ്ങനെ കാണാൻ കൊള്ളാം അങ്ങനെയൊക്കെ ഓരോന്ന് പറയുകയാണ്. പിന്നെ പുറത്ത് തന്നെ പലതരത്തിലുള്ള എന്താ പറയുക, പലതരത്തിൽ പുറത്ത് ഇങ്ങനെ കുറേ കാഷ്യൂൻ്റെയും നട്ടിൻ്റെയും ഇതിൻ്റെ പുറത്ത് തന്നെ കാഷ്യൂസും നട്ട്സും അങ്ങനെ കുറേ ഉണ്ട്. നമുക്കവിടെ എന്ത് വേണേലും വാങ്ങാം. പിന്നെ ഇവിടെ ഫിഷ്, ഞണ്ട്, കക്കയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇവിടുത്തെ കക്ക അത്രയ്ക്കും ടേസ്റ്റില്ലെന്ന് പറയാൻ പറ്റില്ല. നല്ലതാണ്, പക്ഷെ അത്രയ്ക്കില്ല. പിന്നെ കുറേ അയില, ചൂട. ഇത് ജെല്ലി ഫിഷ് എന്ന് പറയും. മറ്റേ എന്താ പറയുക, എനിക്ക് എൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. കണവ, പിന്നെ ചൂര, കുറേ മിനിറ്റ് ശരിക്കും പേര് അറിഞ്ഞൂടാ. ബട്ട് എന്തൊക്കെയോ എന്തൊക്കെ പേരറിയിക്കാം, അത്രയ്ക്കില്ല. ഇത് മത്തിയാട്ടോ. അടിപൊളിയാണ്, എന്താ പോലെ ഇവിടെ ടേസ്റ്റ്. പിന്നെ കരിമീൻ, ഇതൊക്കെ കാണുമ്പോഴേ വയറ് വെള്ളം വരും. പിന്നെ സിലോപ്പിയ എന്തൊക്കെയോ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താ പേര് പറയുന്നത് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കിളിമീൻ, ചൂര, ഇങ്ങനെ കുറേയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് നേരെ തിരിഞ്ഞപ്പോഴുണ്ടല്ലോ എൻ്റെ പൊന്നെ, ഭയങ്കര വലിയ ഷാർക്കിനെ പോലെ ഇരിക്കുന്ന കുറേ മീനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുറിച്ച് പകുതിയിട്ട് പല ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ അതിൻ്റെ തലയും അതിനെ കണ്ടു കഴിഞ്ഞാൽ ഭീമന്മാരെ പോലെ തോന്നും. പിന്നെ ഈ കാണുന്നത് ക്യാഷ് കൗണ്ടറാട്ടോ. പിന്നെ നേരെ ചെല്ലുമ്പോഴത്തേക്ക് മീനിനകത്ത് മസാല പുരട്ടിയതായിരുന്നു. കുറേ ഫ്രൈ ചെയ്യുന്നതും ചെമ്മീനും അതൊക്കെ മസാല പുരട്ടി. പിന്നെ ഗ്രില്ല് ചെയ്യാനായിട്ടൊക്കെ ഉള്ളതാണ്. ഞങ്ങൾ ഗ്രില്ല് ചെയ്യുന്നത് നോർമലി ഞങ്ങൾ മീൻ വാങ്ങുക, മസാല പുരട്ടുക, അങ്ങനെ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ ഞാൻ അവിടെ ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത്. ക്ലീൻ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. അവിടെ എന്താ പറയുക, നല്ല വൃത്തിക്ക് ക്ലീനാക്കി തരും. ഈ ജോലിത്തിരക്കൊക്കെ ഉള്ളവർക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ചെതമ്പലൊക്കെ എല്ലാം കളഞ്ഞു പിന്നെ നല്ലപോലെ വാഷൊക്കെ ചെയ്ത് അടിപൊളിയാക്കി തരും. ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ അവിടെ കറിക്കുള്ള പീസാക്കി തരും. നമുക്ക് എങ്ങനെ വേണോ അതുപോലെ, അച്ചാറാണെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. നമുക്കിവിടെ വന്നിട്ട് ഡയറക്ഷൻ എങ്ങനെ വേണമെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി, അവർ അതുപോലെ ചെയ്യും. പിന്നെ അവർ പേടിപ്പിക്കും കേട്ടോ. ചില സമയത്ത് പേടിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല, ഓൾമോസ്റ്റ് എന്താ പറയുക, ഇവർ ചില സമയത്ത് ഈ എന്തെങ്കിലും വാഷ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫിഷ് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസ്സിൽ കൂടെ പെട്ടെന്ന് വെള്ളം ഒഴിക്കുന്നത് നമ്മളെന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് അയ്യോ എൻ്റെ ദേഹത്ത് വെള്ളം വീണേ എന്നും പറഞ്ഞിട്ടായിരിക്കും നിൽക്കുക. നമ്മൾ പെട്ടെന്ന് പേടിച്ചു. പിന്നെ ഒരു കണ്ണിന് പോലെ. പിന്നെ ഇടയ്ക്ക് അവിടെ ഗ്ലാസ്സിൽ ചെതമ്പ് പോലെ നിൽക്കും. പിന്നെ അവർ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വൃത്തിയാക്കും. പിന്നെ ഞാൻ അവിടെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ. ഇത് പിന്നെ ഫിഷും അക്വേറിയവും പിന്നെ അങ്ങനെ. പിന്നെ ആ കാണുന്നത് സീറ്റാട്ടോ. ഈ ഓരോരുത്തർ ഇങ്ങനെ നിന്ന് ക്ഷീണിക്കുമ്പോൾ അവർക്ക് ഇരിക്കാം. അവർക്ക് എന്താ പറയുക, ഫിഷ് കട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാം. ഇടയ്ക്ക് ഞാൻ അവിടെ പോയിരിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ഈ ഫിഷ് മാർക്കറ്റും ഈ ചിക്കൻ മീൽസൊക്കെ കിട്ടുന്ന മട്ടനെല്ലാം കിട്ടുന്നത്. പിന്നെ അവിടെ തന്നെ വെജിറ്റബിൾസ് കിട്ടും, നട്ട്സ് കിട്ടും,
ഐസ്ക്രീം കിട്ടും, പിന്നെ മെഡിസിൻ വേണം മെഡിസിൻ എല്ലാം ഒരിടത്ത് തന്നെ കിട്ടും. ഇപ്പം നമുക്ക് ഇപ്പം അത്രയ്ക്ക് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനും കിട്ടും, എല്ലാം കിട്ടും. അത്രയ്ക്കും ദൂരെ ഒന്നും പോകണ്ട. ഇവിടെ ഹണിയും കിട്ടും കേട്ടോ. എല്ലാം ഒരിടത്ത് തന്നെ കിട്ടും. ഇപ്പോൾ ഫോണിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിനുണ്ടെങ്കിൽ ഇവിടെ തന്നെ കിട്ടും എന്തായാലും. പിന്നെ ഇതാണ് കേട്ടോ മീറ്റിൻ്റെ ഏരിയ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.